പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 4 അധ്യായം 18 വാക്യം. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലഭിക്കുന്നതായ പ്രതിഫലം നോക്കി നാം കടന്നു പോകുന്നതായ കഷ്ടതകളും പ്രയാസങ്ങളും മറന്ന് അവയെല്ലാം നൊടി നേരത്തേക്കുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ പ്രീതിമക്കളെ, നമ്മുടെ അകത്തെ മനുഷ്യൻ പൂർവാധിക്യം ബലപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. നോക്കൂ, ഭൗതികമായുള്ള കാര്യങ്ങളിൽ നാം ഓടി സമയങ്ങൾ കൂടുതൽ ചെലവഴിക്കുമ്പോൾ നാം ചിന്തിക്കണം, ആത്മീയമായി ഞാൻ എന്തു നേടിയെന്ന്. ഇവിടെ പറയുന്നു, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതും. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. പ്രീതിമക്കളെ, നിത്യമായ ഒരു ഭവനം നമുക്കുണ്ട്. ഇവിടെ നാം ഓടിയതും അധ്വാനിച്ചതുമല്ല, ഹല്ലേലൂയ, വൃഥാവായി പോകരുത്. ഹല്ലേലൂയ. കാണാത്തതായ നിത്യഭവനത്തിനു വേണ്ടി നാം ഓടുന്നവരും ആയിത്തീരണം. കഷ്ടം സഹിക്കുന്നുവെങ്കിൽ ഞാൻ ഇടുങ്ങിയിരിക്കുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പ്രിയരെ, ക്രിസ്തുവിൻ്റെ പടയാളിയാകുക എന്നുള്ളത് പ്രയാസമേറിയ കാര്യമാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നാം വേണ്ടും പോലെ അനുഭവിക്കുന്നുവെങ്കിൽ നമ്മിൽ കടന്നു വരുന്ന രോഗവും ദുഃഖവും ആത്മീയ ജീവിതത്തെ പരാജയപ്പെടുത്തുകയില്ല. ഹല്ലേലൂയ. മരുഭൂമിയിൽ മന്ന നൽകി തരുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. പല വിധത്തിൽ നമ്മെ സഹായിക്കാമെന്ന് പറഞ്ഞ കരങ്ങൾ നമ്മിൽ നിന്ന് അകന്നു പോകാം. പ്രിയരെ, നാം കാണുന്നതിനെയല്ല കാണാത്ത ആ നിത്യമായിട്ടുള്ള അപ്പൻ്റെ കരത്തിലേക്കൊന്ന് നോക്കണം. നമ്മുടെ സാഹചര്യങ്ങൾ എല്ലാവിധത്തിലും പ്രയാസമാകുമ്പോഴും നമ്മുടെ വിശ്വാസത്തെയും ദൈവിക പ്രത്യാശയും വർദ്ധിപ്പിക്കുവാൻ ദൈവിക കരം നമുക്ക് ഹല്ലേലൂയ തുറക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് വേണ്ടി അത്ഭുത കരം നീട്ടും. ദൈവം തൻ്റെ മക്കളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ടല്ലോ, 8:35 മുതലുള്ള വാക്യത്തിൽ നിന്ന് പറയുന്നുണ്ട്, സ്നേഹത്തിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രിയ മക്കളെ, നമ്മുടെയും ഉറപ്പ് കർത്താവിൽ തന്നെ ആയിരിക്കണം. യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നാം ഉറയ്ക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഹല്ലേലൂയ നാം നോക്കിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ആ ദൈവസ്നേഹത്തിൽ നമ്മൾ ഉറപ്പോടെ നിൽക്കണം. നമുക്കറിയാമല്ലോ, ദാവീദിനെ തൻ്റെ അപ്പനും അമ്മയും മറന്നുവെങ്കിലും യഹോവയായ ദൈവം മറന്നില്ല. പ്രിയരെ, നമ്മെ ഓർക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ലഭിക്കുന്നതോ ഇവിടെ മറ്റുള്ളവരുടെ സ്നേഹമൊക്കെ ഇവിടെ കൊണ്ട് തീരും. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ലഭിക്കണമെന്ന് നാം വിചാരിക്കുന്ന പലതും നമുക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യും. പക്ഷേ കയ്യടിക്കോ പ്രശംസയ്ക്കോ സ്നേഹമോ എന്തു തന്നെ ആയാലും ഇവിടെ ഹല്ലേലൂയ നമുക്ക് ആ ലഭിക്കാത്ത ആ കയ്യടിയൊക്കെ നാം വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ നമുക്ക് നിത്യമായ ഭവനത്തിൽ ചെന്ന് കയ്യടിയുടെയൊക്കെ സന്തോഷം നമുക്ക് അവിടെ അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും നമ്മൾ അകമേയുള്ളവൻ നമുക്ക് നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ച് മുന്നേറുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അപ്പോസ്തലനായ പൗലോസ് കടന്നുപോയതായ ഓരോ ദിനവും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞതായിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 ലേഖനത്തിൽ 11:23 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ഹല്ലേലൂയ ആ പ്രയാസ ഘട്ടങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാകുവാൻ സാധിക്കും.
സാധിക്കുന്നുണ്ട്. അതായത് കൊരിന്ത്യർ 2 കൊരിന്ത്യർ 4:16 പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ സഹിക്കുന്ന കഷ്ടതകൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, കഷ്ടതകളോ പ്രയാസങ്ങളോ ഒക്കെ നാം സഹിച്ചെങ്കിൽ പ്രിയമക്കളെ, നമ്മുടെ അകമേയുള്ളവൻ ബലപ്പെടും. ഹല്ലേലൂയ. നാം അധൈര്യപ്പെടാതെ കർത്താവിൻ്റെ വേലയിൽ നമ്മൾ മുതിർന്നു വരണം. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. പുതുക്കം പ്രാപിക്കുന്ന പുറത്തെ മനുഷ്യൻ ജീവിതത്തിൻ്റെ കഷ്ടതകളിലും പ്രയാസങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആയുസ്സിൻ്റെ ഓരോ ദിനവും കുറയുകയും മരണത്തിൻ്റെ ദിനം അടുത്തു വരികയും, അതുകൊണ്ട് നമ്മുടെ പുറത്തെ മനുഷ്യ, അതായത് ഭൗതിക ശരീരം നാൾക്കുനാൾ ക്ഷയിച്ചു പോകുന്നു, എന്നാൽ അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ ബലം പ്രാപിക്കുന്നു. കാരണം ക്രിസ്തുവിൻ്റെ ജീവനും ശക്തിയും നമ്മിൽ നിരന്തരം പകരപ്പെടുന്നതിനാൽ നാം പുതുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നാം ആത്മീയമായിട്ട് വളരുമ്പോൾ പ്രിയ മക്കളെ, ഹല്ലേലൂയ, നാം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നാം നോക്കുമ്പോൾ നമ്മുടെ പുറമേയുള്ള മനുഷ്യന് ഹല്ലേലൂയ അല്പം ക്ഷയമൊക്കെ സംഭവിക്കും. പക്ഷേ അകമേയുള്ള മനുഷ്യൻ നമുക്ക് ബലപ്പെടുന്നതായിട്ട് അറിയുവാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനും രുചിച്ചറിയുവാനും നമുക്കിടയായിത്തീരുന്നുണ്ട്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ക്രിസ്തുവിനോട് ഹല്ലേലൂയ വിശ്വസ്തരായിരിക്കുന്നവരുടെ ജീവിതങ്ങളിൽ അനുഭവപ്പെടുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും ക്രിസ്തുവിലുള്ള സ്നേഹം മൂലം നമുക്കുള്ള നിത്യ തേജസ്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് ലഘുവാണ്. ഹല്ലേലൂയ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഹല്ലേലൂയ. നോക്കൂ, പുറത്തെ മനുഷ്യൻ ജീവിതത്തിന്റെ കഷ്ടതകൾ നിമിത്തവും മർത്യത നിമിത്തവും ദ്രവത്വത്തിന് വിധേയമാകുന്നു. അതായത് മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതായ നമ്മുടെ ഭൗതിക ശരീരമാണ് പുറത്തെ മനുഷ്യൻ. എന്നാൽ അകത്തെ മനുഷ്യൻ മനുഷ്യാത്മാവും ക്രിസ്തുവിൻ്റെ ആത്മീയ ജീവനുമുള്ള അകത്തെ ആ ആളത്വമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശരീരം പ്രിയ മക്കളെ പ്രായമാകുമ്പോഴും അല്ലെങ്കിൽ പ്രായമാകുകയും അത് ജീർണിക്കുകയും ചെയ്യുമെങ്കിലും ക്രിസ്തുവിൻ്റെ ജീവനും ശക്തിയും നമ്മിൽ നിരന്തരം പകരപ്പെടുന്നതിനാൽ നാം പുതുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഹല്ലേലൂയ മനസ്സും വികാരങ്ങളും ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്തുകയാണ്. യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളെ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ കാണുന്നതിനെ അല്ല പ്രിയ മക്കളെ, കാണാത്തതിനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ നിത്യമായ ഒരു ഭവനത്തിന് വേണ്ടി നമ്മൾ ദിനംതോറും ഒരുങ്ങിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് ലഭ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ഈ സ്നേഹം ഇവിടെ തന്നെ തീരും. പക്ഷേ അനുഭവിക്കുന്ന ക്രിസ്തുവിലുള്ള അനുഭവമുള്ള ആ സ്നേഹമാണ് നിലനിൽക്കുന്നത്. ദിവസങ്ങളിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഓരോരുത്തരും മുന്നേറണം. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കണം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഓരോ വാക്യങ്ങൾ ഹല്ലേലൂയ നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഹല്ലേലൂയ. നൊടി നേരത്തേക്കുള്ള ആ ലഘുവായ കഷ്ട ഹല്ലേലൂയ അല്പനേരത്തേക്കുള്ള നമ്മൾ ഹല്ലേലൂയ വിചാരിക്കാത്ത സമയത്തായിരിക്കും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കടന്നു വരുന്നത്. ഹല്ലേലൂയ. എന്തെങ്കിലും നേരിടുമ്പോൾ പ്രിയ മക്കളെ നാം ഓർക്കണം, എൻ്റെ അപ്പൻ എന്നെ ഓർക്കുന്നുണ്ട്. എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ചെന്നെത്തുമ്പോൾ ഇതിന് പ്രതിഫലം കിട്ടും. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കുക. ഈ ദിനങ്ങളിൽ ഓരോന്നും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അത്രമാത്രം ഭയാനകമായ ജീവിതം ഹല്ലേലൂയ ആ ദൈവദാസന്മാർ ദൈവമക്കളൊക്കെ അനുഭവിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഒരു കാര്യം ഓർക്കുക, നാം ഭയപ്പെടുന്നത് ഇവിടെ ഭയപ്പെട്ടാലും അവിടെ അപ്പൻ അതെല്ലാം കാണുന്നുണ്ട്. ഇതിനെല്ലാം പ്രതിഫലം കിട്ടും. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഹല്ലേലൂയ. ആ കാണാത്ത അദൃശ്യ അപ്പൻ്റെ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും അദൃശ്യമായ അപ്പൻ്റെ കരം നീട്ടി അപ്പ ഓരോ വിഷയത്തിന്മേലും മറുപടി കൊടുക്കണമേ. കാണാത്തതിനെയല്ല ഹല്ലേലൂയ ഹല്ലേലൂയ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നതിനെയല്ല, കാണാത്ത ആ നിത്യഭവനത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ ഓരോ മക്കൾക്കും കൃപ ചെയ്യണമേ. അങ്ങയുടെ കരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.